ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ സ്മോൾ സ്മോൾ പാറ്റേൺ. ഇതാണ് പറുദീസ ചിക്കൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഫുൾ ചിക്കൻ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ചിക്കൻ നന്നായി കഴുകി വെള്ളം പോകാൻ വെച്ചു. ഇനിയിപ്പം മാരിനേഷനുള്ളത് എല്ലാം തയ്യാറാക്കാം. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 3 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. ഇതിന് അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ അതിന് നല്ല കളറും കിട്ടും. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂൺ ഇട്ടു. 1/2 ടീസ്പൂൺ മതി. ഉപ്പ് 1.5 ടേബിൾ സ്പൂണായിട്ടത്. അത് നമ്മുടെ ചിക്കൻ്റെ വലിപ്പം അനുസരിച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം. ഇത് ഗരം മസാലപ്പൊടിയാണ്. അത് ഒരു 1/2 ടീസ്പൂൺ ഇട്ടു. പിന്നെ പെപ്പർ പൗഡർ അത് 2 ടേബിൾ സ്പൂൺ ഇട്ടു. വിനീഗറിലാണ് ഇത് മാരിനേറ്റ് ചെയ്യുന്നത്. അപ്പം 2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു. നമുക്ക് ഒലിവ് ഓയിൽ കൂടെ വേണം ഇത് മിക്സ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ച് അങ്ങ് മിക്സ് ചെയ്യുകയാണ്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ എടുത്താലും മതി. പിന്നെ വിനീഗർ ഇല്ലെങ്കിൽ നാരങ്ങാനീരെടുക്കാം. നാരങ്ങാനീര് അല്ലെങ്കിൽ തൈര് എടുത്താലും മതി. ഞാനെപ്പോഴും വിനീഗറിലാണ് മാരിനേറ്റ് ചെയ്യുന്നത്. ഇതിനിങ്ങനെ പറുദീസ ചിക്കൻ എന്നുള്ള പേരെങ്ങനെ വന്നു എന്നൊന്നും അറിയില്ല. ഏതായാലും പേര് പോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനാണിത്. ഈ മസാലക്കൂട്ട് ചിക്കനിൽ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ കോട്ട് ചെയ്യണം. പുറത്തും പിന്നെ അകത്തും പിന്നെ അതിൻ്റെ ഉള്ളിലും എല്ലാം നല്ല രീതിയിൽ അങ്ങ് കോട്ട് ചെയ്യണം. എന്നാലാണ് ഇതിലേക്ക് നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് ചിക്കനെ കിട്ടുകയുള്ളൂ. ഇതിൽ തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല, തേങ്ങാപ്പാലും വേണ്ട. പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല. ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ആണ് ഉപയോഗിക്കുന്നത്. എളുപ്പമുള്ളൊരു റെസിപ്പി തന്നെയാണ്. സവാള അരിയേണ്ട ആവശ്യമില്ല. ഈ മാരിനേഷന് മുമ്പ് ഇത് കുത്തി കൊടുക്കേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയതാണ്. ഇത് കത്തി വെച്ചോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചോ ഒക്കെ ഒന്ന് നന്നായിട്ട് കുത്തി കൊടുത്താലാണ് മസാല ഉള്ളിലേക്ക് പോവുകയുള്ളൂ. ഇനിയിപ്പം ഇത് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ. ആ സമയം കൊണ്ട് ഞാൻ 3 കളറ് ക്യാപ്സിക്കം അരിഞ്ഞിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലിരിക്കുന്ന ചിക്കൻ എടുത്ത് വലിയൊരു പാത്രത്തിലേക്ക് വെച്ചു. ഇങ്ങനെ കുഴിയുള്ളൊരു പാത്രത്തിലാണ് ഞാൻ വെച്ചേക്കുന്നത്. എന്നിട്ട് ഈ അരിഞ്ഞ സാധനങ്ങളെല്ലാം ഇതിൻ്റെ മുകളിലോട്ട് ഇട്ടു. പിന്നെ മല്ലിയില പച്ചമുളക് എല്ലാം ഇട്ടു. അങ്ങനെ ഇത് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് കുറച്ച് ഒലിവ് ഓയിലും കുറച്ച് ഉപ്പും കൂടെ ഇടണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് മിക്സ് ആക്കിയിട്ട് ചിക്കൻ അതിൻ്റെ മുകളിലോട്ട് വെച്ച് അടച്ചു വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. ഈ ക്രിസ്മസിന് ഈ പറുദീസ ചിക്കൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ സൂപ്പറാട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരുന്ന് സ്ലോ കുക്കിംഗ് ആണ്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിടണം. അപ്പം അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ഒരു ഏകദേശം 20 മിനിറ്റ് കൊണ്ട് ഇത് ചാറൊക്കെ കുറുകി നന്നായിട്ട് വെന്ത് കിട്ടും. ഇതൊരു സ്ലോ കുക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചിക്കൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങിയിട്ട് മസാലയിലേക്ക് നല്ല ടേസ്റ്റായിട്ട് വരും. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം.
ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് ചാറൊക്കെ ഏതാണ്ട് കുറുകിയിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ ഒരു പിടി കാഷ്യൂ മിക്സിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. നട്ട്സ് അലർജി ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്താലും മതി, അതും നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ പർദീസ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചാറോട് കൂടിയുള്ള ഒരു ചിക്കനാണ്, നല്ല ടേസ്റ്റുള്ള ഗ്രേവിയാണ് ഇതിൻ്റെ. അപ്പം ഈ വർഷത്തെ ക്രിസ്മസിന് പർദീസ ചിക്കൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.